പനനാരുകൊണ്ട് വരിഞ്ഞു കോർത്തൊരു കട്ടിലിൽ പഴമുണ്ട് മൂടിയ കിഴവി രോഗമിലുണ്ടതിൽ. മഹാനായ തഴവ ഉസ്താദ് രേഖപ്പെടുത്തുകയാണ്, അതേ ഒരു പഴയ കട്ടിലിൽ പഴമുണ്ട് മൂടിയ രൂപത്തിൽ പഴയ തുണി കൊണ്ട് ശരീരം മൂടിയ ഒരു കിളവി കിടക്കുകയാണ്. അതെ, അവരുടെ അടുക്കൽ ചെന്നിട്ട് ചോദിച്ചു, നിങ്ങൾക്കു സേവനം ചെയ്യുവാനാരുണ്ട്? അതിനുത്തരം, എനിക്ക് സൃഷ്ടാവുണ്ട്. നിങ്ങൾക്ക് ആരാണ് ഖിദ്മത്ത് ചെയ്തു തരുന്നത്? നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സേവനം വേണമെങ്കിൽ അതാരു ചെയ്തു തരും? ആ ഉമ്മ പറഞ്ഞു, എനിക്ക് അല്ലാഹു ഉണ്ട്, അല്ലാഹു ആകുന്ന രക്ഷിതാവുണ്ട്. എന്ന് മാത്രമല്ല, അവര് പറയുകയാണ്, രോഗത്തിലായി കിടപ്പിലായ സമയം മുതൽ ആരോ ഒരാൾ എന്റെ അടുക്കൽ വരികയാണ്. എല്ലാ രാത്രിയിലും ഒരാൾ എന്റെ അടുക്കൽ വരും. എന്നിട്ടോ ഞാൻ കാഷ്ടിച്ചിട്ടുള്ളതും മൂത്രിച്ചിട്ടുള്ളതും എന്റെ എല്ലാ നജസ്സുകളും നീക്കം ചെയ്ത് എന്റെ ശരീരം വൃത്തിയാക്കി എനിക്ക് വേണ്ടതെല്ലാം ചെയ്തു തന്ന്, എനിക്ക് ഭക്ഷണം തന്ന്, എനിക്ക് നല്ല മനോഹരമായ വർത്തമാനം പറഞ്ഞു തന്നിട്ടൊരാൾ ഇവിടെ നിന്ന് രാത്രിയിൽ യാത്രയാകും. ആരാണെന്ന് എനിക്കറിയില്ല. ത്വൽഹ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണിൽ നിന്ന് കണ്ണീര് വരികയാണ്. ഒരു കിളവിയുടെ അവരുടെ എല്ലാ ആവശ്യങ്ങളും പൂർത്തീകരിച്ച്, അവരുടെ കാഷ്ടവും മൂത്രവും എല്ലാം എടുത്ത് ശുദ്ധീകരിച്ച് അവരോട് സന്തോഷമുള്ള വർത്തമാനങ്ങൾ പറഞ്ഞിട്ടതാ ത്വൽഹ റളിയല്ലാഹു അൻഹുവിനോട് അവർ പറയുകയാണ്, എന്റെ കൂടെ നേരം ചെലവഴിച്ചവർ തിരിച്ചു പോകും. ഇത് കേട്ടുടൻ ത്വൽഹത്തദാ കരയുന്നു. അറിവുണ്ടോ ഉമ്മ അതാരാണെന്ന്? അറിയുമോ ഉമ്മ? പാതിരാവിൽ വന്ന് നിങ്ങളുടെ കാഷ്ടമെടുക്കുന്നയാള്, നിങ്ങളുടെ മൂത്രം കോരിക്കളയുന്നയാള്, നിങ്ങളെ കട്ടിലിൽ എഴുന്നേൽപ്പിച്ചിരുത്തുന്നയാള്, ഭക്ഷണം തരുന്നയാള്, ശരീരം തുടച്ച് വൃത്തിയാക്കുന്നയാള്, അതാരാണെന്നറിയുമോ? ആരുടെ കൈയാണെന്നറിയുമോ? വരാണ് മീറുൽ മുഅ്മിനീൻ ഉമറല്ലോ, ജനസേവകന്മാർക്കുള്ളിമാമാണല്ലോ. ഉമ്മ, നിങ്ങളുടെ അരികിൽ വന്നിരുന്നിട്ട് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നയാൾ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. കിസ്റയും കൈസറും മുഖൗഖിസും ലോകത്തിന്റെ അധികാര കേന്ദ്രങ്ങൾ മുഴുവനും പേര് കേട്ടാൽ വിറക്കുന്ന മദീനയുടെ ഭരണാധികാരി അമീറുൽ മുഅ്മിനീൻ. എത്ര മനോഹരമായ ചരിത്രം!